തബലയിൽ വിസ്മയത്തിന്റെ താളം സൃഷ്ടിച്ച ആ വിരലുകൾ ഇനിയില്ല. സംഗീതമാണ് മതമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഉസ്താദ്. ആത്മീയ പ്രാർത്ഥനകൾക്ക് പകരം കുഞ്ഞു സാക്കിറിന്റെ കാതുകളിൽ പിതാവ് പകർന്നു നൽകിയ തബലയുടെ ബോലുകൾ അവസാനിച്ചത് ലോകം ഒരിക്കലും മറക്കാനാകാത്ത നിരവധി ഘരാനകളിലായിരുന്നു. പറന്നു നടക്കുന്ന മുടിയിഴകൾ, തബലയിൽ വിസ്മയം സൃഷ്ടിക്കുന്ന വേഗവിരലുകൾ, കോരിത്തരിപ്പോടെ കണ്ടിരുന്ന ആരാധകർക്ക് സാക്കിർ ഹുസൈൻ എന്ന തബല മാന്ത്രികന്റെ വിയോഗം താങ്ങാനാവുന്നതേയല്ല. 1990കൾ ബ്രൂക്ക്ബോൺ താജ്മഹൽ ചായയുടെ പരസ്യത്തിൽ തബലയുടെ താളം ജനകീയമാക്കിക്കൊണ്ട് മഹാനായ ആ സംഗീത പ്രതിഭ ടെലിവിഷൻ സ്ക്രീനുകളിൽ പ്രത്യക്ഷപ്പെട്ടു. സാക്കിർ ഹുസൈനൊപ്പം പരസ്യവും ജനപ്രീതി നേടി. ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു സംഗീതജ്ഞനും ഒരു പ്രത്യേക ടാഗ് ലൈൻ സൃഷ്ടിച്ച് പരസ്യത്തിലൂടെ വന്ന് ആരാധകരുടെ ഹൃദയം കവർന്നിട്ടുണ്ടാവില്ല. താളങ്ങളുടെ ബഹളങ്ങൾ മാത്രം കേട്ട് ശീലിച്ച മാന്ത്രിക ലോകത്തു നിന്നും 7ാം വയസ്സിൽ ലോകം ആ മഹാപ്രതിഭയെ ആദ്യമായി കേൾക്കുമ്പോൾ തന്നെ നനച്ചിരുന്നിരിക്കണം നാളെയുടെ മെലഡികൾ ഈ കുഞ്ഞു കൈകളിൽ ഭദ്രമാണെന്ന്. കുട്ടി സാക്കിറിന്റെ താളബോധം കണ്ടെത്തിയ പിതാവും വിഖ്യാത തബലിസ്റ്റുമായ ഉസ്താദ് അല്ലാ രഖാ ഖാൻ കാണിച്ച വഴികളിലൂടെയായിരുന്നു പിന്നീടിങ്ങോട്ടുള്ള സംഗീതയാത്ര. സംഗീതം മതമായി സ്വീകരിച്ച അദ്ദേഹം കടലുകൾ കടന്ന് പ്രശസ്തിയിലേക്ക് ഉയർന്നു. തബലയിലെ വലിയ വാദ്യമായ ബയാനിൽ സാക്കിർ ഹുസൈന്റെ വേഗവിരലുകളുടെ മാസ്മരികത സംഗീത ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിർത്തികൾ കടന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ ആ താളപ്പെരുക്കം മുഴങ്ങി. നിരവധി പ്രമുഖർക്കൊപ്പം വേദി പങ്കിട്ടു. ഇതിനിടയിൽ 1991 ലോകത്തിലെ മികച്ച സംഗീത ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം സാക്കിർ ഹുസൈനെ തേടിയെത്തി. കേരളത്തോട് എന്നും അഭേദ്യമായ ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു. ഉസ്താദ് എന്ന് ആരാധകർ വിളിക്കുമ്പോഴും സക്കീർ ഭായി എന്നുള്ള വിളി കേൾക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന സാക്കിർ ഹുസൈൻ. ഖരാനകളുടെ താളക്കണക്കുകളിലെ ഓരോ മാത്രയിലും സംഗീതപ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ച അദ്ദേഹത്തെ മറ്റെന്തു പേര് വിളിച്ചാലാണ് മതിയാവുക? ഉസ്താദ്, നിങ്ങൾ എന്നും ആരാധകരുടെ ഹൃദയത്തിൽ മെലഡികളുടെ താളവിസ്മയം തീർത്തുകൊണ്ടേയിരിക്കും.